ജർമ്മനിയിൽ ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഹബ്ബിൽ പുതിയതായിട്ടൊരു എംപ്ലോയി വന്നായിരുന്നു. പോപ്സായിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിലാണ് വന്നത്. അപ്പം പുള്ളിക്കാരത്തിക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇൻഷുറൻസ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിലൂടെ മനസ്സിലായ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ്. ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരിക എന്ന് പറയുന്നത് നല്ലൊരു ഡിസിഷനായിട്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ IT മേഖല അങ്ങനെ നമുക്ക് ജോലി കിട്ടുമെന്ന് 100% ഉറപ്പുള്ള ഒരു ഫീൽഡിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഓക്കെ. ഇപ്പോൾ വന്നൊരാൾക്ക് ഏകദേശം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിങ്ങിലുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ലാംഗ്വേജ് അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷ് കൊണ്ട് നമുക്കിവിടെ മാർക്കറ്റിംഗ് ജോലിക്ക് ചാൻസ് വളരെ കുറവാണ്. നല്ല സ്ട്രഗിളാണ്. എന്നോട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്തപ്പോഴത്തേനും നല്ല പാടാണ് ജോലി കിട്ടാനായിട്ടും. ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോലും സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടിലോട്ടൊന്നും പോകാൻ പോലും പറ്റുന്നില്ല, ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്കിൽഡ് വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം ലേബർ ഷോർട്ടേജ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക.